നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന ഒരു സമ്പത്തുണ്ട്. അത് എന്താണെന്നറിയാമോ? അത് ആരോഗ്യമല്ല, പണമല്ല, പിന്നെന്താണ്? അത് സമയമാണ്. ഇന്നത്തെ വിഷയം സമയം എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, ടൈം മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചാനലിൽ പ്രതിപാദിക്കുന്നത്. ഒരു ദിവസം 24 മണിക്കൂർ. ജീവിതത്തിൽ വിജയിച്ച എല്ലാവർക്കും ഈ 24 മണിക്കൂർ തന്നെയാണ്. എന്തുകൊണ്ട് ചിലർ വിജയിക്കുന്നു, ചിലർ ഈ പ്രധാന ലക്ഷ്യങ്ങൾ പോലും വിജയിക്കാനാവാതെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതിരിക്കുന്നു? ഇതിന് ഒറ്റ ഉത്തരമുള്ളൂ: ടൈം മാനേജ്മെൻറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കാൻ പോകുന്നതും ഈ വിഷയത്തെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനും ജീവിതത്തിൽ വിജയിക്കുന്നതിനും ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകും. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. ഇന്ന് ഞാൻ പങ്കുവെക്കുന്ന ചില ടിപ്പുകൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സഹായമാകിയ ഒന്നാണ്. ഇന്നലെ കഴിഞ്ഞുപോയ സമയം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ള സമയത്തെ എങ്ങനെ വിനിയോഗിക്കാം, ഇത് ജീവിതത്തിൽ എങ്ങനെ വിജയം കൈവരിക്കാം എന്നതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സമയം ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വിഭവമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് ചികിത്സയുടെ നേടിയെടുക്കാം. പണം നഷ്ടപ്പെട്ട അതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ സമയം നഷ്ടപ്പെട്ട അത് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് സമയം കിട്ടാറില്ല. ഇത് സമയക്കുറവ് കൊണ്ടല്ല, നമ്മൾ ഉള്ള സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മയാണ് ഈ പ്രോബ്ലം വരുന്നത്. സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി സമയം കളയുന്നവരും ജീവിതത്തിലെ ചെയ്തു തീർക്കേണ്ട ജോലികൾ നീട്ടിവെക്കുന്നവരും എല്ലാം സമയക്കുറവിനെ കുറിച്ച് പരാതി പറയാറുണ്ട്. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കുക: ഓരോ നിമിഷവും വിലമതിക്കുന്നതാണ്. ഈ സത്യം മനസ്സിലാക്കിയ ആളുകൾ മാത്രമാണ് ജീവിതത്തിൽ മുന്നേറുന്നത്. ടൈം മാനേജ്മെന്റ് എന്നുള്ളത് സമയത്തെ നിയന്ത്രിക്കലല്ല. സമയത്തെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ സമയത്തെ നിയന്ത്രിക്കുന്നതിന് ഉള്ള ആവശ്യകത എന്താണെന്ന് അത് നോക്കിയുള്ള ഒരു കലയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും ഈ വിലപ്പെട്ട സമയത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളൊരു കല നമ്മൾ തന്നെ സ്വയം അതിലെ ഐഡിയകൾ ഉപയോഗിച്ച് അതിനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ടൈം മാനേജ്മെന്റ് എന്ന ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഏത് സമയത്ത് ഏത് ജോലി ചെയ്യണം, എങ്ങനെ തീരുമാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോ ജോലികൾ തിട്ടപ്പെടുത്തി പ്രയോറിറ്റി ബേസ്, അതായത് സമയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് ഏത് ജോലി ആദ്യം ചെയ്ത് തീർക്കണം എന്ന് നമ്മൾ ആദ്യമേ ഒരു ചാർട്ട് ഉണ്ടാക്കി ഈ രീതിയിൽ സമയത്തെ ഒരു നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിനെയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു നല്ല ടൈം മാനേജ്മെന്റിനെ കുറിച്ച് അറിവുള്ള ആൾക്ക് ജീവിതത്തിൽ കൂടുതൽ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റും. കുടുംബത്തോടെ സമയം കണ്ട് സമയത്ത് കുടുംബത്തോടെ ഇരുന്ന് കാര്യങ്ങൾ പറയുവാനും കാര്യങ്ങൾ ചെലവഴിക്കാനും കുടുംബത്തിൽ സമയം ചെലവഴിക്കാൻ അവന് സമയം കിട്ടും. ഇതാണ് നമ്മുടെ സമ്മർദ്ദം കുറയും. ഈ രീതിയിൽ സമയത്തെ നമ്മൾ ആദ്യമായി നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ നമുക്കുണ്ടാവുന്ന ഗുണം വ്യക്തിഗത വളർച്ചയുണ്ടാവും എന്നതാണ്. സമയം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്തവരുടെ ജീവിതത്തിൽ ചില പൊതുവായ പ്രശ്നങ്ങൾ കാണാം. അതാണ് സമ്മർദ്ദം കൂടുക എന്നാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. ഈ സമ്മർദ്ദം കൂടുന്നത് എങ്ങനെ? നമ്മളെ സമയത്തിനനുസരിച്ച് ജോലി ചെയ്ത് തീർക്കാൻ പറ്റാതെ ലാസ്റ്റ് നിമിഷത്തിൽ കൊണ്ടുപോയി ജോലി എല്ലാം കൂടി സമ്മർദ്ദത്തിലാവുകയും അത് ചെയ്തു തീർക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അവരുടെ ജീവിതത്തിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് ടൈം മാനേജിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. അടുത്തതായി, അവസരങ്ങൾ നഷ്ടപ്പെടും. പലർക്കും കഴിവുണ്ട്, എന്നാൽ ഈ സമയത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തു തീർക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. അടുത്തതായി, ജോലിയുടെ ഗുണനിലവാരം കുറയും. തിരക്കിട്ട് ജോലികൾ ചെയ്തതുകൊണ്ട് ജോലിക്ക് അതിൻ്റെതായ ഗുണനിലവാരം ഉണ്ടാകുന്നില്ല. ഇത് ഒരു അടുത്ത പ്രശ്നം. അവർക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പറ്റില്ല. ദിവസേനയുള്ള ചെറിയ ജോലികൾ പോലും ചെയ്തു തീർക്കാൻ പറ്റാത്തവർക്ക് വലിയ ലക്ഷ്യങ്ങൾ എങ്ങനെ കൈവരിക്കാൻ പറ്റും? അതാണ് അടുത്ത പ്രോബ്ലം. ടൈം മാനേജ്മെന്റിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾക്കുള്ള ജോലിയെ പ്രയോറിറ്റി ബേസിൽ അതിനെ ഒരു ലിസ്റ്റ് ആക്കുക. ഏത് ജോലി ആദ്യം ചെയ്തു തീർക്കുക, ഏതാണ് പ്രയോറിറ്റി ഉള്ളത്, അതിനെ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് പ്രയോറിറ്റി കൂടുതലുള്ള ജോലി ആദ്യമേ ചെയ്തു തീർക്കാം. അടുത്തത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് കൃത്യമായ ഒരു സമയം നൽകുക. സോഷ്യൽ മീഡിയ നമ്മൾ നോക്കേണ്ട സമയം എല്ലാ സമയവും സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാതെ സോഷ്യൽ മീഡിയയ്ക്ക് കൃത്യമായ ഒരു സമയം നൽകിയാൽ ആ സമയത്ത് മാത്രം സോഷ്യൽ മീഡിയ യൂസ് ചെയ്താൽ നമുക്ക് അതിൻ്റെതായ സമയം ലാഭിക്കാൻ പറ്റും. ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലും ചെയ്തു തീർക്കാനുള്ള വർക്ക് ചെയ്തു തീർക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നോ പറയാൻ പഠിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി വരുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിന് നോ പറയാൻ പഠിക്കുക. എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ നിന്നാൽ നമുക്ക് സമയം ഉണ്ടാവുകയില്ല.
നമ്മുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രയോറിറ്റി ബേസ്ഡ് ജോലിയെ തരംതിരിച്ച് ഇതിന് തടസ്സമായി വരുന്ന എന്ത് ജോലി ആയാലും അതിന് നോ പറയാൻ പഠിക്കും. ഇങ്ങനെ ടൈം മാനേജ്മെന്റ് കറക്റ്റായി ജീവിതത്തിൽ യൂസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഉൽപാദനക്ഷമത, അതായത് കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. അതുകൊണ്ട് നിശ്ചയിച്ച ജോലികൾ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ ജോലികൾ നമ്മൾ ചെയ്തു തീർത്തു എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്ക് കൂടുതലായി. പിന്നെ നല്ല ആരോഗ്യമുണ്ടാവും. കാരണം ക്രമമായ രീതിയിൽ ജീവിതശൈലി മുന്നോട്ട് പോയാൽ നല്ല ആരോഗ്യം തന്നെ നമുക്കുണ്ടാവും. അടുത്തതായി കുടുംബത്തിനോടും സുഹൃത്തിനോടും നമ്മൾക്ക് സമയം ചെലവഴിക്കാൻ ലഭിക്കും. നമ്മളുടെ ജോലി ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്തും ജീവിത രീതി. അതാണ് എല്ലാം കൂട്ടിക്കുഴച്ചുള്ള രീതിയല്ലാതെ എല്ലാത്തിനും ഒരു സമയം കൊടുത്താൽ എല്ലാം ഒരു സന്തുലനാവസ്ഥ നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിന്റെ ഭാഗമായി വ്യക്തിഗത വളർച്ചയുണ്ടാവും. കാരണം വായന നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിന് ഉതകുന്ന തരത്തിൽ എന്തെങ്കിലും നോളേജ് അറിയുവാനുള്ള നമുക്കുള്ള മാർഗങ്ങൾ തേടുക, ഇതെല്ലാം സമയം നമുക്ക് ലാഭിക്കും. ഇതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വ്യക്തിഗത വികസനം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ സമയം നല്ല രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര വലുതായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമയത്തെ ഒരു ക്രമ രീതിയിൽ യൂസ് ചെയ്യാൻ നമ്മൾ ഇപ്പോഴേ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഒരു ചെറിയ മാറ്റം ഇന്നു തന്നെ തുടങ്ങാം എന്ന് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക. സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ രഹസ്യം കൂടുതൽ സമയം ലഭിച്ചു എന്നതിലല്ല, ലഭിച്ച സമയത്തെ എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്നതാണ് ജീവിതത്തിന്റെ മെയിൻ പാർട്ട്. ജീവിതത്തിൽ സമയം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു വരില്ല. പണം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു വരും. അതുകൊണ്ട് സമയം നഷ്ടപ്പെടാത്ത രീതിയിൽ ഇന്ന് ജീവിതത്തിൽ എങ്ങനെ മാറ്റമുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു തന്ന ഈ രീതികൾ ഉപയോഗിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നോക്കും. ദിവസത്തിലെ 24 മണിക്കൂർ മാറ്റാൻ കഴിയില്ല. പക്ഷേ ആ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ കയ്യിലാണ്. സമയം നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുക. സമയത്തിനനുസരിച്ച് നിങ്ങൾ ജീവിത രീതി മാറ്റി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത്. എന്നാൽ അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.